ഏവർക്കും നമസ്കാരം. വിഗാൻ കോളേജ് യൂണിയൻ സംഘടിപ്പിക്കുന്ന മാഗസിൻ റിലീസ് ഫ്രഷേഴ്സ് ഡേ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, കോളേജ് പ്രിൻസിപ്പാൾ ജയശ്രീ മാം, മാനേജ്മെൻറ്റ് ഭാരവാഹികൾ, യൂണിയൻ ഭാരവാഹികൾ, അധ്യാപകർ, മറ്റധ്യാപകർ, ഇന്നെനിക്ക് ഈ വേദിയിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ വിഗ്യാൻ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മാഗസിൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ഈ കലാലയ യൂണിയൻ്റെ മാഗസിൻ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞുകൊള്ളുന്നു. ഇത് ഒരാളുടെ അധ്വാനം കൊണ്ടുള്ള മാഗസിൻ അല്ല, ഈ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും അധ്വാനം കൊണ്ടുള്ള മാഗസിൻ തന്നെയാണെന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ കർത്തവ്യം സ്വാഗതം അർപ്പിക്കുക എന്നതാണ്. ഞാൻ ആദ്യമായി സ്വാഗതം അർപ്പിക്കുന്നത് നമ്മുടെ അധ്യക്ഷനായ കോളേജ് പ്രിൻസിപ്പാൾ ജയശ്രീ പി മാമിനാണ്. മാമിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയ നമ്മുടെ അരുവിക്കര MLA ജി സീമൻ സാറിനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ടെത്തിയ നമ്മുടെ യുവകവി രാഹുൽ ചേട്ടനെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ മാനേജ്മെന്റ് ഭാരവാഹികളായ അനു മാമിനെയും സിനു മാമിനെയും അംബിക മാമിനെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ യൂണിയൻ ഭാരവാഹികളായ നമ്മുടെ മാഗസിൻ എഡിറ്റർ ആരതിയും ജനറൽ സെക്രട്ടറി സിദ്ധാർത്ഥിനെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ഷൈൻ സാറിനെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ മാഗസിൻ്റെ സ്റ്റാഫ് എഡിറ്ററായ ശരണ്യ മാമിനെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ IQC കോർഡിനേറ്ററായ അരുൺ സാറിനെയും ഞാൻ എൻ്റെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ഉള്ളത് നമ്മുടെ അധ്യാപകർ, അനധ്യാപകർ എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ യൂണിറ്റിലെയും എല്ലാ ഭാരവാഹികളും മറ്റ് വിദ്യാർത്ഥികളെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം പുതിയതായി ഈ കലാലയത്തിലേക്ക് വന്ന, പ്രത്യേകിച്ചും സ്കൂൾ ലെവലിൽ നിന്നും കലാലയത്തിലേക്ക് വന്ന പുതിയ കുട്ടികളെ വരവേൽക്കാൻ വേണ്ടി അവരുടെ സീനിയർ കുട്ടികൾ ഒരുക്കുന്ന ഈ വിരുന്ന്, അതോടൊപ്പം നിതിൻ പറഞ്ഞതുപോലെ കോളേജ് യൂണിയൻ്റെ ഒരു സ്വപ്നമാണ് കോളേജ് യൂണിയൻ്റെ പേരിൽ കോളേജിന് ഒരു മാഗസിൻ ഉണ്ടാക്കുക എന്നുള്ളത്. കോളേജ് മാഗസിൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെയും അധ്യാപകരുടെയും അതോടൊപ്പം അതിവിശിഷ്ടരായിട്ടുള്ള ആൾക്കാരുടെയും സാഹിത്യരചനകളും അവരുടെ കലാപരമായ സൃഷ്ടികളും ഒത്തുചേർന്നുണ്ടാകുന്ന ഒരു വലിയ സംരംഭമാണ്. കാരണം നിസ്സാരമായിട്ട് ഒരു മാഗസിനെ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല. പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്നത് കൊണ്ട് തന്നെ മാഗസിൻ എന്ന് പറയുന്ന ഒരു മഹത്തായ കാര്യം, അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ, നമുക്കിപ്പം മറ്റ് വലിയ വലിയ മാഗസിൻസൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊരു പബ്ലിഷ് ചെയ്യുന്നത് ഇവിടുത്തെ കുട്ടികളുടെ കലാവാസനകളുടെ, അവരുടെ സാഹിത്യ അഭിരുചിയുടെ പ്രതീകമായിട്ടാണ്. എന്നും ഈ കോളേജ് ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന അവരുടെ കലാപരമായ, കായികമായ, സാഹിത്യപരമായ രുചികൾ, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളെ മുൻനിർത്തി ശ്രമിച്ച്, ഇതിൻ്റെ പിന്നിലൊരു വലിയ അധ്വാനമുണ്ട്. ഈ മാഗസിൻ ഇവിടെ ഇന്ന് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലുണ്ടായ ഒരു അധ്വാനം എന്ന് പറഞ്ഞാൽ അധ്യാപകരുടെയും കുട്ടികളുടെയും കൂട്ടായ ഒരു പ്രവർത്തനം. അതിൽ കുട്ടികൾക്കാണ്, എനിക്ക് തോന്നുന്നു ശരണ്യ സ്റ്റാഫ് എഡിറ്ററെ നമുക്ക് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. ശരണ്യ കുട്ടികളോടൊപ്പം നിന്ന്, കാരണം കൂടുതൽ നമുക്കറിയാം ഒരു കോളേജിൻ്റെ മാഗസിൻ ഇറങ്ങിയവർ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ ചിലവാകുന്ന കാര്യമാണ്. അപ്പോൾ അത് ഇല്ലാതെ കുട്ടികൾ തന്നെ ടൈപ്പ് ചെയ്ത്, കുട്ടികൾ തന്നെ എഡിറ്റ് ചെയ്ത്, അവർ തന്നെ അതിൻ്റെ കവർ പേജ് ഉണ്ടാക്കി, അപ്പം രൂപ ഒരുപാട് ലാഭിച്ചുകൊണ്ട് അവരുടെ അധ്വാനത്തിൻ്റെ, അതോടൊപ്പം ടീച്ചർ ഒരു ഗൈഡ് ചെയ്യാനായിട്ട് മുന്നിൽ ഉണ്ടായിരുന്നു. അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു അധ്യാപിക കൂടെ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ, അതോടൊപ്പം എഡിറ്റോറിയൽ ബോർഡിലെ എല്ലാ അധ്യാപകരും കുട്ടികളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്നിവിടെ റിലീസ് ചെയ്യാൻ പോകുന്ന മാഗസിൻ.
നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ശക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന വിജ്ഞാൻ കോളേജിൻ്റെ കോളേജ് മാഗസിൻ്റെ പ്രകാശനവും പുതിയ അഡ്മിഷൻ നേടി ക്ലാസ്സിലേക്ക് പുതുതായി എത്തിച്ചേരുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുമുള്ള ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ജയശ്രീ ടീച്ചർ, നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച കോളേജ് യൂണിയൻ്റെ ചെയർമാൻ ശ്രീ നിതിൻ എസ് രാജ്, ഈ സമ്മേളനത്തിൽ നമ്മുടെ ചീഫ് ഗസ്റ്റായി പങ്കെടുക്കുന്ന പ്രശസ്ത യുവകവി, സാംസ്കാരിക പ്രവർത്തകൻ, പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ എസ് രാഹുൽ, വിശിഷ്ട വ്യക്തിയായി മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന ശ്രീമതി അനു എ നായർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആശംസാ പ്രാസംഗ്യൻ ശ്രീ ഷൈൻ, IQAA കോർഡിനേറ്റർ ശ്രീ അരുണസ് കൈമൾ, സ്റ്റാഫിൻ്റെ എഡിറ്ററായി പ്രവർത്തിക്കുന്ന ശ്രീമതി ശരണ്യ RS നായർ, നമ്മുടെ കോളേജ് മാഗസിൻ്റെ എഡിറ്ററായി പ്രവർത്തിക്കുന്ന മാഗസിൻ എഡിറ്റർ കുമാരി ആരതി രാജശേഖരൻ, കോളേജ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി സിദ്ധാർത്ഥ്, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഡോക്ടർ സിനു മാഡം, ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്ന ആരോൺ ബി പ്രിജി, ഈ സ്ഥാപനത്തിലെ ബഹുമാനപ്പെട്ട അധ്യാപകർ, അനധ്യാപകർ, കോളേജ് യൂണിയൻ്റെ മറ്റ് ഭാരവാഹികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കളായി ഇവിടെ പങ്കെടുത്തിട്ടുള്ളവർ, ഈ ചടങ്ങ് ധന്യമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ സ്ഥാപനത്തിൻ്റെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ കോളേജ് മാഗസിൻ റിലീസ് ചെയ്യുന്ന ഫ്രഷേഴ്സ് ഡേയുടെ ഭാഗമായിട്ടുള്ള ഈ സമ്മേളനത്തിൽ ഞാൻ സംബന്ധിക്കുന്നത്. ഇവിടെ വന്ന് നിങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ എല്ലാം കലാലയ ജീവിതം ഇവിടെ വന്ന് നിങ്ങളുടെ മുന്നിൽ ഇരുന്നപ്പോൾ ആ കാര്യങ്ങളെല്ലാം മനസ്സിലൂടെ കടന്നു പോവുകയായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പുഷ്കരമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഈ നാളുകളല്ല, ഒരു നാളുകളും തിരികെ നമ്മളെ തേടിയെത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പുഷ്കരമായിട്ടുള്ള കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ ആ കാലഘട്ടം പിന്നിട്ട ആളെന്നുള്ള നിലയിൽ ഞാൻ പറയും വിദ്യാഭ്യാസ കാലഘട്ടമാണ്. ആ സമയത്തെ ഊഷ്മളത നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ തിരികെ വരില്ല. ഇപ്പോഴുണ്ടാകുന്ന നിഷ്കളങ്കമായിട്ടുള്ള സൗഹൃദങ്ങൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും തിരികെ വരണമെന്നില്ല. മാത്രമല്ല, നിങ്ങളുടെ ജീവിതം എങ്ങോട്ടാണ് ദിശ തിരിയേണ്ടത് എന്ന് നിശ്ചയിക്കുന്നതും ഈ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യേണ്ടി വരുമ്പോഴെല്ലാം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഓർമ്മ വരും. ഈ ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ ഞാനൊരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്നു എന്നുള്ള കാര്യം ഈ അവസരം ഞാൻ ഓർക്കുകയാണ്. ഇതേപോലെയുള്ള ധാരാളം പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുകയും സംഘടിപ്പിക്കുകയൊക്കെ ചെയ്ത കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. കലാലയ യൂണിയൻ പ്രതിഭകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളൊരു വേദി കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ലോകമാകെ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. ഗ്ലോബ് ഒരു വില്ലേജായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ ഈ സൗരയൂഥത്തിലെ മറ്റൊരു ഗ്രഹമായിട്ടുള്ള ചൊവ്വയിൽ മനുഷ്യൻ കാലുകുത്തുന്നതിന് വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ വളർച്ചയുടെ മറ്റൊരു പ്രത്യേകത, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം കേരളത്തിൽ നിന്നും ലഭിക്കുന്ന മികച്ച വിദ്യാഭ്യാസം ലോകത്തെവിടെയും പോയി
ഉപരിപഠനം നടത്താനോ അല്ലെങ്കിൽ ജോലി വാങ്ങാനോ കഴിയുന്ന ഒരു തലമുറയായി ഇന്നത്തെ തലമുറയെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. വിദ്യാഭ്യാസം മനുഷ്യൻ്റെ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലകശക്തിയാണ്. മറ്റെന്തിനേക്കാളും വിദ്യാഭ്യാസമാണ് മനുഷ്യനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ചാലകശക്തിയായി പ്രവർത്തിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് മലയാളികൾ, ഈ കേരം തിങ്ങും കേരള നാട്ടിൽ ജീവിക്കുന്ന മലയാളികൾ ഒരു വേറിട്ട സമൂഹമായി ജീവിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ലഭിച്ച ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണ്, മൂല്യബോധമുള്ള വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിലൂടെയാണ് മലയാളികൾ ലോകത്തിലെ ഒരു വേറിട്ട സമൂഹമായി ജീവിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കി. ആ നിലയിൽ ആ പട്ടികയിലെ ഒരു വിഭാഗമാണ് വിജ്ഞാൻ കോളേജിൽ പഠിക്കുന്ന നിങ്ങളും എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 2030 AD 2030 ഏറ്റവും യുവജനങ്ങളുള്ള രാജ്യമായി നമ്മുടെ രാജ്യം മാറാൻ വേണ്ടി പോവുകയാണ്. യുവജനശേഷി ഏതൊരു സമൂഹത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായിട്ടുള്ള സ്വാധീനമാണ് ചെലുത്തുന്നത്. അപ്പോൾ ആ യുവജന ശക്തിയെ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ മുഖ്യമായി ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ നിങ്ങൾ എവിടെ എത്തിച്ചേർന്നാലും, ഉയരങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പേര്, വിജ്ഞാൻ കോളേജിൻ്റെ പേര് അഭിമാനബോധത്തോടുകൂടി പറയാൻ കഴിയുന്ന നിലയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. മാഗസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം സർഗവാസനകൾ സംഭരിച്ചു വയ്ക്കുന്ന ഒരു വലിയ ഗ്രന്ഥമാണ്. നിങ്ങൾ ഈ സൃഷ്ടിച്ചെടുത്ത നമ്മുടെ മാഗസിൻ, ആ മാഗസിൻ ഭാവിയിലേക്കുള്ള കലാലയ യൂണിയനുകൾക്ക് മാർഗനിർദ്ദേശമാകത്തക്ക നിലയിലുള്ളൊരു മാഗസിൻ ആയിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെന്നും നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി കഴിയുന്ന നിമിഷങ്ങൾ, അത് വീണ്ടും ഓർത്തെടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ആധികാരികമായിട്ടുള്ള രേഖയായി നിങ്ങളുടെ മാഗസിൻ മാറാൻ വേണ്ടി കഴിയട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹവും ഈ അവസരത്തിൽ പങ്കുവച്ച് നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ, നിങ്ങളുടെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടി കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. വളരെയേറെ സന്തോഷത്തോടും അഭിമാനബോധത്തോടും കൂടി അരുവിക്കര മണ്ഡലത്തിൽ തലയെടുപ്പോടുകൂടി പ്രവർത്തിക്കുന്ന വിജ്ഞാൻ കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള കോളേജ് യൂണിയൻ്റെ ഈ മാഗസിൻ പ്രകാശന ചടങ്ങിലും അതിനോടനുബന്ധിച്ചുള്ള നമ്മുടെ നവാഗതർക്ക് വേണ്ടിയുള്ള അവരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഈ ചടങ്ങിനും എല്ലാവിധമായിട്ടുള്ള ആശംസകൾ ഹൃദയപൂർവ്വം നേർന്ന് ഈ ചടങ്ങ് വേദിയിലിരിക്കുന്ന ബഹുമാനരുടെയും സദസ്സിലിരിക്കുന്ന ബഹുമാനരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനം. പണ്ടുകാലത്ത് ഈ മൈക്കൊന്നും ഇല്ലായിരുന്നു. ഈ പരിപാടി നടക്കുന്ന സമയത്ത് ഇത്തരം മൈക്കോ സാങ്കേതിക വിദ്യകളോ അതിൻ്റെ സഹായമോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലമാണ്. അപ്പോൾ അത്തരം ഒരു കാലത്ത് പരിപാടികളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ചില മാർഗങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. ഒന്നെങ്കിൽ നോട്ടീസ് അടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ചെണ്ടമേളം നടത്താം. അങ്ങനെ പരിപാടികൾ നടത്താനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഒന്നിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ചെയ്തു നോക്കാവോ? നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒന്നിച്ചൊന്ന് കൂവി നോക്കാമോ? റെഡിയാണോ? റെഡിയാണ്. ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ എല്ലാവരും ചേർന്ന് ഉച്ചത്തിലൊന്ന് കൂവണം. അധ്യാപകർക്കും എല്ലാവർക്കും ചേരാം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രിൻസിപ്പളൊക്കെ ആയിരിക്കും ആദ്യം കൂടുന്ന ഒരാൾ. ടീച്ചറിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്. ടീച്ചർ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ 1, 2, 3 ഇത്രയേ ഉള്ളോ? ഒന്നുകൂടെ. 1, 2, 3. ഇപ്പോൾ ഒരു കോളേജിൻ്റെ വൈബിലേക്കൊക്കെ വന്നു. എന്തിനാ ഇപ്പോൾ കൂവിയത്? എന്തിനാ കൂവിയത്? ഞാൻ പറഞ്ഞുകൊണ്ട് കൂവിയതാണല്ലേ. സാധാരണ എപ്പോഴാണ് കൂവാറുള്ളത്? ആ പരിപാടി കൊളാവുമ്പോൾ കൂവാറുണ്ട്, അല്ലാതെ
അപ്പോൾ നല്ല രസമുള്ള കാഴ്ചകളൊക്കെയുള്ള ഒരു മലയുടെ മുകളിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത്, നമ്മൾ വളരെ സന്തോഷമുള്ള സമയത്ത് നമ്മൾ ഉച്ചത്തിലൊന്ന് കൂവും. നമ്മുടെ കൂവലിൻ്റെ എക്കോയൊക്കെ തിരിച്ചു കേൾക്കുന്ന നിലയിൽ നമ്മൾ കൂവാറുണ്ട്. പാളയം അണ്ടർപാസിന് അടിയിൽ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത്, മറ്റാരും കാണാത്ത സമയത്ത് ഇതുപോലൊരു കൂവൽ നമുക്ക് കേൾക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇത്തരം പരിപാടികളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ നന്നായി കൂവാൻ കഴിവുള്ള ആളുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. നിങ്ങളുടെ മാഗസീൻ തന്നെ ഒരു കൂവലിൻ്റെ ശബ്ദമുള്ള ഒരു മാഗസീനാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ജനത അനുഭവിക്കുന്ന സംഘർഷങ്ങളെ, കുട്ടികൾ കൊല്ലപ്പെടുന്നതിനെ അഡ്രസ്സ് ചെയ്യാൻ ഒരു കോളേജിൽ എത്രയോ കാതങ്ങൾ അകലെയുള്ള, എത്രയോ ദൂരം അകലെയുള്ള ഒരു കോളേജിലെ ഇങ്ങറ്റത്ത് ഒരു വളരെ ചുരുങ്ങിയ ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു കോളേജിലെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതൊരു കൂവലിൻ്റെ വലിയ ശബ്ദമുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ കൂവാൻ കഴിവുള്ള വിദ്യാർത്ഥികളായി ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത്. നിങ്ങളുടെ മാഗസീൻ എന്നുള്ളത് ഒരുപക്ഷെ ചാരങ്ങളിൽ നിന്ന് എടുത്തുയർന്നു വന്ന ഒരുപാട് മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്ന ഒരു മാഗസീൻ കൂടിയായി മാറുന്നുണ്ട്. അത് എല്ലാ കോളേജുകൾക്കും സാധ്യമാകുന്ന ഒരു മാഗസീൻ ആയിരിക്കില്ല എന്നുള്ളതാണ്. അത് വളരെ പൊളിറ്റിക്കലായി ചിന്തിക്കാൻ കഴിയുന്ന, ജീവിതത്തോട്, സമൂഹത്തോട്, മനുഷ്യരോട് സ്നേഹത്തോടു കൂടിയും കരുതലോടെയും പ്രകടിപ്പിക്കാനും മുന്നേറാനും കഴിയുന്ന മനുഷ്യർക്ക് മാത്രം സാധ്യമാകുന്ന ഒരു മാഗസീനാണ് എന്നുള്ള പ്രത്യേകത കൂടി നിങ്ങളുടെ മാഗസീനുണ്ട്. അതുകൊണ്ട് ഈ മാഗസീൻ റിലീസിൽ ഈ മാഗസീൻ അവസാനിക്കുന്നില്ല, മറിച്ച് ഇതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇത് ചർച്ച ചെയ്യാനും ഈ മാഗസീനുമായി സംവദിക്കാനും ഇതിലെ ആശയങ്ങളും കൃതികളും ചർച്ച ചെയ്യാനും കഴിയുന്ന നിലയിലേക്ക് മാറണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സ്റ്റുഡൻസ് യൂണിയന് ഞാൻ പ്രത്യേകം ഒരു നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു ഈ വേദിയിൽ. ബിക്കോസ് ആദ്യം ഇവർ എൻ്റെ അടുത്ത് വന്നത് പെർമിഷൻ വാങ്ങിക്കാൻ ഞാൻ മാഗസിൻ ഇറക്കാൻ പോകുന്നു. എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ വളരെയധികം ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് നടക്കുമോ ഇല്ലയോ എന്ന്. പക്ഷെ അതവർ നടത്തി കാണിച്ചു. അപ്പം അതിനൊരു വലിയ കൈയടി. ആക്ച്വലി ഇപ്പോൾ പ്യുവർലി ഡെമോക്രാറ്റിക് വേയിലാണ്, ബൈ ദ സ്റ്റുഡൻസ്, ഫോർ ദ സ്റ്റുഡൻസ് ആൻഡ് ഫ്രം ദ സ്റ്റുഡൻസ് ആണ് ഈ മാഗസിൻ. ഫുൾ ക്രെഡിറ്റ്സ് ഗോസ് ടു ദ സ്റ്റുഡൻസ്. അപ്പോൾ അതിന് ഞാൻ പ്രത്യേകം സ്റ്റുഡൻസ് നന്ദി പറഞ്ഞു. ബിക്കോസ് മാഗസിൻ എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാവരും പറഞ്ഞു ഒരു ഒരു വലിയൊരു സംരംഭം പോലെയാണ്. ആക്ച്വലി നിങ്ങളൊരു ലേണിംഗ് പ്രോസസ്സാണ് അല്ലേ. അതിന് ഫണ്ട്സ് ഉണ്ടാക്കണം. അത് പ്രത്യേകിച്ചും 2 ടീച്ചേഴ്സിന് പ്രത്യേകം ഒരു കൈയോടി കൊടുക്കണം, ശരണ്യ ടീച്ചറിനും ആരതി ടീച്ചറിനും. പിന്നെ ഫ്രഷേഴ്സ്, ഇതൊരു ഫ്രഷേഴ്സ് ഡേ കൂടെയാണ്. അപ്പോൾ ഫ്രഷേഴ്സിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ രംഗം തന്നെ ഒരു ട്രാൻസിഷൻ പീരീഡിലോട്ട് മാറുന്ന ഒരു സാഹചര്യമാണ്. 4 ഇയർ ഡിഗ്രിയിലോട്ട് മാറി. ഫോറിൻ യൂണിവേഴ്സിറ്റീസ് നമ്മളെ കൺട്രിയിൽ ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്. കോമ്പറ്റീഷൻ കൂടി വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എന്തുകൊണ്ടാണ് ചൈന നമ്മളെ പേടിക്കുന്നത്? ബിക്കോസ് നമ്മളെ യൂത്ത് പോപ്പുലേഷൻ ആണ് കൂടി മാക്സിമത്തിൽ ഫസ്റ്റ് പൊസിഷൻ ഓഫ് എനി കൺട്രീസ് വേർ യൂത്ത് പോപ്പുലേഷൻ ഇസ് ദെയർ. ഇന്ത്യയാണ് ഇനി അടുത്ത് നമ്പർ 1 ആവാൻ പോകുന്നത്. അപ്പോൾ എനി കൺട്രിയുടെയും കരുത്ത് അതിൻ്റെ യൂത്താണ്. അപ്പോൾ ഒരു യൂത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വെരി ബിഗ് ആണ്. നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് വെരി ലാർജ് ആണ്. അതിനെ ടാപ്പ് ചെയ്യുക. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വിഗ്യാൻ കോളേജിൻ്റെ ടീച്ചേഴ്സും മാനേജ്മെൻറ്റും ശ്രമിക്കും. ഒരുപാട് ക്ലബ്സ് ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനെല്ലാം ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ദിസ് ഈസ് ഫോർ ഫ്രഷേഴ്സ്. വേറെ ഒരു ഇൻഹിബിഷൻസും ഡൗട്ട്സും നിങ്ങളെ മനസ്സിൽ വേണ്ട. എല്ലാവരും നിങ്ങളെ കൂടെയുണ്ട്, സീനിയേഴ്സായ ഫ്രണ്ട്സും. നെക്സ്റ്റ് ഇയർ നിങ്ങൾ ഇതിനെക്കാട്ടി നല്ലൊരു മാഗസിൻ ഇറക്കാൻ പറ്റണം. നിങ്ങൾക്ക് വരും തലമുറയ്ക്ക് അതൊരു പ്രചോദനമാവണം. ബിക്കോസ് മാഗസിൻ ഈസ് എ ട്രെയിനിങ് ഗ്രൗണ്ട്. എങ്ങനെ ഒരു സംരംഭം ഇറക്കണം, ലൈക്ക് എ പ്രോജക്റ്റ് റിപ്പോർട്ടാണ്. അപ്പോൾ അത് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അടുത്ത് ചെയ്യാൻ കഴിയും ഇൻ എ ജോബ് മാർക്കറ്റ്. സോ ഐ ഹോപ്പ് നിങ്ങളെല്ലാം ഒരു നല്ലൊരു സ്റ്റുഡൻറ്റ് ലൈഫ് അല്ലെങ്കിൽ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക്. അതിൽ ടീം വികാസ് നിങ്ങളെല്ലാവരും സഹായിക്കാൻ ശ്രമിക്കും. അപ്പോൾ വെൽക്കം ടു ദ ടീം വികാസ്. എൻജോയ് യുവർ കോളേജ് ലൈഫ്. അപ്പോൾ ബോത്ത് സീനിയേഴ്സ് ആൻഡ് ജൂനിയേഴ്സ് ഇനി നിങ്ങൾ പുതിയ മെമ്മറീസ് ഉണ്ടാക്കാൻ കഴിയട്ടെ. ബിക്കോസ് ഈ ഒരു മെമ്മറീസ് ഈസ് ലോങ് ലാസ്റ്റിംഗ്. അപ്പോൾ മാക്സിമം മെമ്മറീസ് ഉണ്ടാക്കുക, സ്കിൽ ഡെവലപ്പ് ചെയ്യുക. ഇവിടെ നിന്ന് ഇറങ്ങുമ്പം യു ഷുഡ് ബി എ ചേഞ്ച് പേഴ്സൺ. എവറി ഡേ ഒരു ലേണിംഗ് പ്രോസസ്സ് ആക്കുക. എനി കൈൻഡ് ഓഫ് ലേണിംഗ്, ആർട്ടാവാം, സയൻസ് ആവാം, അക്കാഡമിക്സ് ആവാം, നോൺ അക്കാഡമിക്സ് ആവാം. ബട്ട് എവറി ഡേ ട്രൈ ടു ഇംപ്രൂവ്. നിങ്ങൾ ഇന്നലെ എന്തായിരുന്നു അതിനെക്കാട്ടി ഒരു ബെറ്റർ ഇൻഡിവിജ്വലായിട്ട് ഇന്നാവാൻ ശ്രമിക്കണം. അപ്പം ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നന്ദി. Today you are embarking on a new journey and I welcome you all for joining Vigyan College family. This is a new step for your significant life ahead. So I wish all the best wishes to you.
This is a place where you make friends, learn new things, land up in new developments, make mistakes, and learn from your mistakes. And so, from all members of the Vigyan family, I extend a warm welcome to all of you. Thank you. നമ്മുടെ ഈ യൂണിയൻ, കോളേജ് യൂണിയൻ വളരെയധികം സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഈ വർഷം എന്നല്ല, എനിക്ക് തോന്നുന്നു വളരെ കാലത്തിന് ശേഷം ഒരു മാഗസിൻ ഇറക്കിയത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ഒരു മാഗസിൻ ഇറക്കാനായിട്ട്. പിന്നെ നമ്മളിന്ന് ഫ്രഷേഴ്സ് ഡേ, പുതുതായിട്ട് വന്ന ഈ വർഷം ജോയിൻ ചെയ്ത എല്ലാ കുട്ടികളെയും ഞാൻ കോളേജിലേക്ക്, നമ്മളുടെ വികാസ് ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വരുന്ന 4 വർഷം നിങ്ങൾ കോളേജ് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്ത് നന്നായി പഠിച്ച് നല്ല മിടുക്കന്മാരുമായിട്ട് ഡിഗ്രിയൊക്കെ എടുത്ത് ഇറങ്ങുക. ഇന്നത്തെ പ്രോഗ്രാമൊക്കെ നല്ല അടിപൊളിയാക്കുക. യൂണിയന് പ്രത്യേകിച്ച് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നല്ലൊരു കൂട്ടായ്മ, യൂണിയൻ എല്ലാവരും കൂടെ ചേർന്ന് നല്ലൊരു കൂട്ടായ്മയിലൂടെയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വിഗ്യാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൻ്റെ 2024-25 വർഷത്തെ കോളേജ് മാഗസിൻ ആന്തം ഓഫ് ആഷസ് മാഗസീന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷവും അഭിമാനവും ഇന്നത്തെ ദിവസം തോന്നുന്നുണ്ട്. അഭിമാനം എന്നുള്ള വാക്ക് ഇവിടെ യൂസ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം 1 മാസം മുമ്പ് ഈ മാഗസീൻ്റെ കാര്യം പറഞ്ഞ ആരതി എൻ്റെ അടുത്ത് വരുമ്പോൾ പറയുന്ന ആരതിക്കും കേൾക്കുന്ന എനിക്കും ചുറ്റും നിന്ന പല ആൾക്കാർക്കും സംശയം ഉണ്ടായിരുന്നു. 1 മാസം കൊണ്ടൊക്കെ എന്ത് നടക്കാനാ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും സംശയം. ആ സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഇന്നത്തെ ഈ ദിവസം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒത്തിരി സന്തോഷവും അഭിമാനവുമുണ്ട്. അതുപോലെ തന്നെ ഈ മാഗസീൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും പോകുന്നത് ഇവിടുത്തെ കുട്ടികൾക്ക് തന്നെയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആർട്ടിക്കിൾസ് ഒന്നും മാത്രമല്ല, മാഗസീൻ ഡിസൈൻ ചെയ്തതും ടൈപ്പ് ചെയ്തതും എല്ലാം ഇവിടുത്തെ കുട്ടികളാണ്. ഈ മാഗസീൻ അവരില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നടക്കില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാ കൈയടിയും പോകുന്നത് അവർക്ക് തന്നെയാണ്. 2024-25 കോളേജ് യൂണിയനിലെ ഓരോ മെമ്പേഴ്സിനും ഈ മാഗസീനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത അനധ്യാപകർക്കും മറ്റെല്ലാ വ്യക്തികൾക്കും എൻ്റെ ഒരുപാട് സന്തോഷവും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ച് ഇതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. ഒരുപാട് ഞാൻ ഇതിനുവേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും അധികം ആൾക്കാർ പറഞ്ഞിരുന്നത് മാഗസിൻ ഇറങ്ങാൻ പോകുന്നില്ല, ഇത് നീ പറഞ്ഞു ഇറങ്ങാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിനുള്ള എല്ലാ മറുപടിയായിട്ട് ഞാൻ ഇന്ന് ഈ ആന്തം ഓഫ് ആഷസ് ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ കാണിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അഭിമാനം കൊണ്ട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഞാനെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇത് സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്ത ഒരു മാഗസീനാണ്. കാരണം ഇതിൻ്റെ A to Z നമ്മൾ എക്സ്റ്റേണൽ നിന്ന് ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രിൻറ്റിങ് മാത്രമാണ്. കാരണം ഡിസൈനിങ് ഉൾപ്പെടെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇന്ന് ഈ മാഗസിൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് എസ്പെഷ്യലി വിഷ്ണുവിന് എൻ്റെ ഏറ്റവും ബാക്ക് ബോൺ ആയിട്ട് ഈ മാഗസിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിന്നതാണ് വിഷ്ണു. അവനെ എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ അക്ഷര, അഖിൽ, എല്ലാം നമ്മുടെ മാഗസിൻ ടീം എല്ലാം ഫ്രണ്ടിലുണ്ട്. കാരണം ഇവരൊക്കെ കാരണമാണ് ഇന്ന് ഈ ഒരു ഇവരെല്ലാം കാരണമാണ് ഇങ്ങനൊരു ദിവസം നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റിയത്. പിന്നെ ആന്തം ഓഫ് ആഷസ് എന്ന് പേരിടാൻ ഇവനാണ് നമ്മൾ എഡിറ്റിംഗ് ഡിസൈനിങ് ടീം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റോപ്പായ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഡിസൈനിങ്ങിനായിരുന്നു. ഇവർ ഫസ്റ്റ് ഇയേഴ്സാണ് കേട്ടോ, അക്ഷരയും അഖിലും ഫസ്റ്റ് ഇയേഴ്സാണ്. അതുകൊണ്ട് നമ്മുടെ ഫ്രഷേഴ്സിനെ വെൽക്കം ചെയ്യാൻ എനിക്ക് പൂർണ്ണാധികം സന്തോഷമാണ്. കാരണം അവരത്രയും കട്ടയ്ക്ക് കൂടെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അക്ഷര ആൻഡ് അഖിൽ ഫസ്റ്റ് ഇയേഴ്സാണ്. അവരും എൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ ആയിരുന്നു ഇതിൽ. ആൻഡ് എനിക്ക് വിഷ്ണുവിനെ എടുത്ത് പറയണം എന്ന് തോന്നി. കാരണം വിഷ്ണു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒറ്റ വാക്കിലാണ് ഞാൻ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പായി പോയിട്ടുണ്ടായിരുന്നു ഡിസൈനിങ്ങിൻ്റെ ഒരു കാര്യത്തിൽ. അവൻ്റെ ഒറ്റ വാക്കിലാണ് ഇന്ന് ഈ മാഗസിൻ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ആന്തം ഓഫ് ആഷസ് എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് ഇതിന് ഇട്ടു എന്ന് പറഞ്ഞാൽ, ആഷസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചാരം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അവസാനമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 12 വർഷത്തെ നിശബ്ദത മറികടന്ന് ആദ്യത്തെ ശബ്ദമായി നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ഞാൻ ആന്തം ഓഫ് ആഷസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ശരണ്യ മാം, താങ്ക് യു സോ മച്ച്. കാരണം മാം എന്ന് പറഞ്ഞൊരു ടീച്ചറിനേക്കാൾ ഉപരി എൻ്റെ ഒരു മാഗസിൻ എഡിറ്റർ എന്ന പൊസിഷനിൽ നിന്നാണ് പുള്ളിക്കാരത്തി ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത്. താങ്ക് യു മാം. അതുപോലെ ചെയർമാൻ സിദ്ധാർത്ഥ് ജനറൽ സെക്രട്ടറി, ഇവർ രണ്ടുപേരുടെയും സപ്പോർട്ട് എന്ന് പറയുന്നത് പറയാതിരിക്കാൻ പറ്റാത്തതാണ്.
ആൻഡ് എനിക്ക് സത്യം പറഞ്ഞ സന്തോഷത്തെക്കാൾ ഉപരി അഭിമാനമാണ്. കാരണം ഞാൻ ഇതിനു വേണ്ടി നിന്ന സമയത്ത് ഏറ്റവും അധികം ആൾക്കാർ പറഞ്ഞിരുന്നത് മാഗസിൻ ഇറങ്ങാൻ പോകുന്നില്ല, നീ പ്രയത്നിച്ചോ, അത് ഇറങ്ങാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക് എല്ലാവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയത്. ഇന്ന് 164 പേജ് ഉള്ള ഒരു മാഗസിൻ ഞാൻ ഇന്ന് വിഗ്യാൻ കോളേജിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് യൂണിയൻ 2024-25 ഇവിടെ ഞാൻ ഇറക്കിയിരിക്കുന്നു. ഇത് തന്നെയാണ് അതിനുള്ള മറുപടി. ആൻഡ് താങ്ക് യു സോ മച്ച്. മാഗസീന് ആദ്യമായി പറയേണ്ടത് ശരണ്യ ടീച്ചറാണ്. ടീച്ചറിന് എന്ന ഒരു ഇതിലുപരി നമ്മളെ തളരാതെ നമ്മളെ കൂടെ നിന്നതും, അതുപോലെ മാഗസീൻ ഇത് ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ദിവസം ഏകദേശം 25 പേജൊക്കെയാണ് ഒരാൾ ചെയ്ത് പോകുന്നത്. അപ്പം ഓരോ ഇതിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്ന ഒരാൾ ആരതി, അതേപോലെ ശരണ്യ ടീച്ചർ. വളരെ വലിയ ഒരു പങ്ക് ശരണ്യ ടീച്ചറിനുണ്ട്. അതേപോലെ ഇവരെ മാത്രമല്ല ആരോൻ ചേട്ടനെ എടുത്തു പറയേണ്ടതാണ്. നമുക്ക് ബാക്കി ബാക്ക് ബോണായിട്ട് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ആരോൻ ചേട്ടൻ. അതേപോലെ നിതിൻ ചേട്ടൻ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഫോൾട്ട് വരുമ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. സ്റ്റുഡൻസ് ബാക്കി കുറേ ആൾക്കാരുണ്ട്. പേരെടുത്ത് പറയാനായിട്ട് എനിക്കിപ്പോൾ ഇവരെയാണ് മനസ്സിൽ വന്നത്. ഞാൻ നിർത്തുന്നു. നന്ദി. എനിക്ക് ഈ യോഗത്തിന് നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. പക്ഷെ നന്ദി പറയുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ച് വയ്ക്കാതെ ഈ വേദി നിന്ന് ഇറങ്ങാൻ കഴിയില്ല. ഇവിടെ മാഗസീൻ എഡിറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 13 വർഷത്തിന് ശേഷം ഇറങ്ങുന്ന ആദ്യ മാഗസീൻ, അതായത് ഈ കലാലയ യൂണിയൻ്റെ അല്ലെങ്കിൽ ഈ ക്യാമ്പസിൻ്റെ അകത്ത് ഇറങ്ങുന്ന ആദ്യ മാഗസീനാണ് ഈ മാഗസീൻ. ഏറ്റവും അഭിമാനത്തോടെ ഞാൻ നിൽക്കുകയാണ്. ഈ യോഗത്തിന് ആദ്യമായി നന്ദി പറയേണ്ടത് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ക്യാമ്പസിൻ്റെ പ്രിൻസിപ്പാൾ ജയശ്രീ മാമാണ്. മാമിന് ഏറെ സ്നേഹത്തോടുകൂടെ കോളേജിൻ്റെ പേരിലും യൂണിയൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദികൾ അറിയിക്കുന്നു. അടുത്തതായി നന്ദികൾ അറിയിക്കേണ്ടത് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച അരുവിക്കര MLA ജി സ്റ്റീഫൻ സഖാവാണ്. സഖാവിന് ഏറെ സ്നേഹത്തോടുകൂടി ഈ യൂണിയന് വേണ്ടി നന്ദികൾ അറിയിക്കുന്നു. ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയ യുവകവി രാഹുലേട്ടനും എൻ്റെ പേരിലും കോളേജ് കമ്മിറ്റിക്ക് വേണ്ടിയും അഭിവാദ്യം ചെയ്യുന്നു, സ്നേഹം അറിയിക്കുന്നു. ബാക്കി ഇവിടെ സ്റ്റേജിലിരിക്കുന്ന മുഴുവൻ യൂണിയൻ ഭാരവാഹികൾ, ക്യാമ്പസിൻ്റെ മാനേജ്മെൻറ്റ്, മറ്റ് വിദ്യാർത്ഥികൾ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ ക്യാമ്പസിന് വേണ്ടിയും SFIക്ക് വേണ്ടിയും നന്ദികൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ലാൽസലാം. ഓണം വെറുമൊരു ഉത്സവം മാത്രമല്ല, കർഷക ജീവിതത്തിൻ്റെയും മാനവിക മൂല്യങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു ആഘോഷം കൂടിയാണ്. ഇനി ഒരു മാവേലി നാട് സ്വപ്നം കാണുന്നതിനുള്ള പ്രതീക്ഷ കൂടിയാണ് ഓണം. അത്തപ്പൂക്കളവും തിരുവാതിരക്കളിയും മറ്റു മത്സരങ്ങളും ഓണസദ്യയും, ഓണം അങ്ങനെ ആകെ ഒരു മേളം തന്നെയാണ്. ഇന്നത്തെ ഈ ഓണാഘോഷവും എന്നെന്നും നിങ്ങൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ഒരു ദിനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്നത് പോലെ ചിങ്ങമാസത്തിലെ തിരുവോണമാണ് ഓണമായിട്ട് ആഘോഷിക്കുന്നത്. വളരെ ത്യാഗവും സ്നേഹവും ഒക്കെ വേണ്ടുന്ന ഒരു ഉത്സവമാണ് ഓണം. പൊന്നോണത്തിന് എല്ലാവർക്കും ആശംസകൾ നേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ലൊരു ഓണം ഞാൻ ആശംസിക്കുന്നു. ഈ പ്രാവശ്യത്തെ ഗവൺമെന്റ് എന്താണ് തീം എന്നറിയാമല്ലോ ഓണത്തിന്റെ? പ്ലാസ്റ്റിക് ഫ്രീ, ഗ്രീൻ ഓണം എന്നാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ നിങ്ങളും ക്യാമ്പസിൽ കഴിയുന്നതും ഗ്രീൻ ഓണം ഫോളോ ചെയ്യുക. അതിന്റെ ഒരു കോൺസെപ്റ്റ് ഓണം എന്ന് പറഞ്ഞാൽ നന്മയും സന്തോഷത്തിന്റെയും ഷെയറിങ്ങിന്റെയും കെയറിങ്ങിന്റെയും പോസിറ്റിവിറ്റിയുടെയും ഫംഗ്ഷനാണ്, ഒരു ഇവന്റ് ആണ്. കേരളീയർ അഭിമാനത്തോട് ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ്. അതിനെ അങ്ങനെ തന്നെ നിങ്ങൾ ഇവിടെ ക്യാമ്പസിൽ ഫോളോ ചെയ്യണം.